ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സവാള, ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, കാഷ്യൂനട്ട് ഇത്രയും എടുത്തിട്ട് നമ്മൾ കുറച്ച് അല്പം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പേസ്റ്റിലോട്ട് ആവശ്യമായിട്ട് വരുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ്. ഇത്ര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി മിക്സിലോട്ട് ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം 1 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ നെയ്യിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഈ പാനിൽ തന്നെ നമ്മൾ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇത്രയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അതേപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യണില്ല. അതൊന്നും ഇല്ലയെന്ന് വെച്ച് ടേസ്റ്റ് കുറഞ്ഞു പോകുമെന്നൊന്നും വിചാരിക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.